ഈ ഒരു പരുവത്തിലാണ് മാവ് വേണ്ടത് കേട്ടോ. ഈ ഒരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ വേണം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യത്തെ സെറ്റ് 10-200 കൊണ്ടു കൊടുത്തിട്ട് വന്നു. ഇതാ ബാക്കിയുള്ളത് അമ്മ ചുട്ടുകൊണ്ടൊക്കെയാണ്. ഇതാ ഈ പാത്രത്തിലുണ്ട്, ഈ പാത്രത്തിലുണ്ട്, ഇതാ ഈ പാത്രത്തിലുണ്ട്. അന്ന് അമ്മേന്റെ കാരപ്പത്തിന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. ഇതാ കാരപ്പം കണ്ട. അപ്പൊ എല്ലാരും ചോദിച്ചതുപോലെ 500 കാരപ്പത്തിന്റെ റെസിപ്പി നമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അമ്മിത പച്ചരി അരക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കർച്ചക്കയിലാണ് കേട്ടാ അരക്കുന്നത്. രാവിലെ തന്നെയാണ്. അപ്പോൾ 6 മണിക്ക് എണീച്ചിട്ട് ഇറക്കിയത്. ഇപ്പം മില്ലൊന്നും തുറക്കൂലല്ലോ, അതുകൊണ്ട് പിന്നെ കടച്ചക്കല്ലിൽ തന്നെ അരച്ചൊക്കെ അധികം കടച്ചക്കല്ലിൽ തന്നെ ഞാനിപ്പോൾ ഇറക്കല്. അതെ. അപ്പം നമുക്കിന്ന് ഒരു 500 കാരപ്പത്തിൻ്റെ ഓർഡറാന്നില്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഇത്ര രാവിലെ ചെയ്യുന്നത്. മുമ്പെല്ലാം നമ്മ മില്ലിൽ നിന്ന് പൊടിച്ചിട്ടാണ് ആക്കല്. ഇപ്പം അമ്മ അധികം അമ്മ അരക്കന്നെ ചെയ്യല്. അതിനൊരു ടേസ്റ്റും വേറെ തന്നെ ഉണ്ടാകും. എല്ലാവരും ചോദിക്കലുണ്ട് ഇടുന്ന് ആക്കി. നീ ഇടയ്ക്ക് പരിപാടിക്ക് കൊണ്ടുപോയാലും ചോദിച്ചിന് ആരാക്കിയെന്നെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും കഴിക്കുമ്പോൾ. പച്ചരിയാന്ന് എടുത്തിട്ടില്ലേ, തലേന്ന് രാത്രിക്കേ പുതിർത്തിന് കേട്ടാ. അപ്പം നമ്മളിപ്പോൾ സാധാരണ ചുടുന്നുണ്ടെങ്കിൽ എത്ര മണിക്കൂർ പച്ചരി പുതിരണ്ടമ്മ? ഒരു 5 മണിക്കൂർ പുതിരണം. പുതിർന്ന അത്ര നല്ല തന്നെ. കുറഞ്ഞത് ഒരു 5 മണിക്കൂറെങ്കിലും പച്ചരി പുതിർത്ത് വെക്കണം അല്ലേ? 5 മണിക്കൂർ പിന്നെ പച്ചരി പുതിരന്നെ വേണം. പുതിർന്നത്ര അപ്പം നല്ല ആവും. അതുപോലെ തന്നെ കൂട്ടി വെച്ചിട്ട് കുറേ സമയം വെക്കുമ്പോൾ അല്ലേ, റെസ്റ്റ് ചെയ്യാൻ വെച്ചത്ര നല്ലതാണ്. പക്ഷേ അപ്പം നമുക്ക് നന്നാട് ചിലവാകുന്ന അപ്പാണെങ്കിൽ പ്രശ്നമില്ല അന്നേരം തന്നെ. പക്ഷേ നമുക്ക് പേടി കൊടുത്തയക്കുന്ന അപ്പനാകുമ്പോൾ കുറേ കൂട്ടി വെച്ചിട്ട് നല്ല പാകം വരണം. എന്നാലേ നിൽക്കൂലു, സോഫ്റ്റിൽ നിൽക്കൂലു. അതെ. അല്ലെങ്കിൽ അന്നാട് അരച്ച് വിടുന്ന കാര്യമാകുമ്പോൾ അത് കുറച്ച് തണിയുമ്പോൾ കുറച്ച് ഉറപ്പ് വരും അത്. അപ്പം 3.5 കിലോ പച്ചരിയാണ് എടുത്തിട്ടില്ലേ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1/2 കിലോ പുഴുക്കലരി എടുത്തിട്ടുണ്ട്. പുഴുക്കലരി അത് ഏതായാലും സാരില്ല അല്ലേ, ഏത് പുഴുക്കലരി ആയാലും സാരില്ല, റേഷനരി ആയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മൊത്തത്തിൽ 4 കിലോ അരി എടുത്തിട്ടുണ്ട്. അപ്പം അതാ തലേന്ന് രാത്രിക്ക് വെള്ളത്തിൽ പുതിർത്തിട്ട് അമ്മ അരക്കുന്നത് ആട്ടയില്ലാന്ന്. നമുക്ക് കഴുകിയിട്ട് വെള്ളം ഊറ്റിയിട്ട് പിന്നെ മില്ലിൽ നിന്ന് പൊടിച്ചുകൊണ്ടുവരാം. അല്ലെങ്കിൽ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കും ചെയ്യുക, അല്ലെങ്കിൽ അരച്ചെടുക്കും ചെയ്യുക. പക്ഷെ അധികം വെള്ളമാകാൻ പാടില്ല. നമ്മൾ വെള്ളപ്പാവും കൂടി ആക്കുമ്പോൾ ചിലപ്പം അധികം വെള്ളമായി പോകും. അതുകൊണ്ട് വെള്ളം കുറച്ചിട്ട് അരച്ചെടുക്കുക. പിന്നെ പൊടിക്കുന്നുണ്ടെങ്കിൽ തരിതരിങ്ങനെ പൊടിക്കുക അല്ലേ, കുറച്ച് തരിതരിങ്ങനെ വേണം. കാരപ്പത്തിന് നല്ലോണം നൈസായി പോകാൻ പാടില്ല. മില്ലിൽ നിന്ന് പൊടിക്കുമ്പോൾ പുട്ടിന് പൊടിക്കുന്നു പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കാരപ്പത്തിന് പറഞ്ഞാൽ ഇപ്പോൾ പൊടിച്ചു തരുന്നുണ്ടല്ലോ അമ്മ. അങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒന്ന് അരച്ചെടുക്കട്ടെ. അരച്ച് വാങ്ങിയില്ല, ഇനി അരക്കാനുണ്ട്. അതെ. പിന്നെ ഇത് മൈദയും ചേർന്നത്ര. ബാക്കിയുള്ള ചേരുവെല്ലാം നമുക്ക് ഓരോന്നും ചേർക്കുന്നതനുസരിച്ച് കാണിച്ചു തരാം. അരിയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. അതെ. അതിൽ കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ജീരകം മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇടാറുണ്ട്. അപ്പോൾ ഇത് ജീരകം 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ജീരകം, ഇത് ചുക്ക്, ഏലക്കായി ഒരു 10-22 പിന്നെ ഒരു 50 ഗ്രാം അവല്. ഇതെല്ലാം ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. ആദ്യം നമുക്കിനി വെള്ളം പാവാക്കാം. 3 കിലോ വെള്ളമാണ് എടുത്തിട്ടില്ലേ കേട്ടാ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം പാവാക്കുന്നതിലേക്ക് ഇതാ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം മാവ് നമ്മൾ അരച്ചെടുത്തതാണ്. അതുകൊണ്ട് വെള്ളം ഈ ഒരു പരുവത്തിലാണ്. അതുകൊണ്ട് വെള്ളം പാവാക്കുമ്പം അധികം വെള്ളമാവാൻ പാടില്ല. വെള്ളം ഇടുന്ന് പാവായിട്ട് തുടങ്ങുമ്പോഴത്തേനും നമുക്കിതാ എടുത്തു വെച്ച് സാധനമെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. പിന്നെ ഇതാ 2 നേന്ത്രപ്പഴവും എടുത്തിട്ടുണ്ട്. പിന്നെ 4 മൈസൂർ പഴവും എടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പം നമുക്ക് വെള്ളം പാവാക്കിയതാ നമ്മൾ അരച്ച മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടോടെ തന്നെയാണ് അരിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ചിലപ്പം വെള്ളത്തിൽ കല്ലുണ്ടാവും.
ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 കിലോ മൈദയാണ് എടുത്തിട്ടില്ലേ, അരിച്ച് വെച്ച മൈദയാണ് കേട്ടോ. അരിച്ചിട്ട് കൊട്ടയിലിട്ട് വെച്ചാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ആ പാകത്തിന് ഇളക്കി നമുക്ക് മൊത്തം വേണമല്ലോ അമ്മ, വെള്ളം വേണ്ടി വരും. അപ്പോൾ പകുതി ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ബാക്കിയിലെ മൈദയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 1.5 കിലോ മൈദ തേച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളം ചിലപ്പോൾ കൂടുകയോ കുറയോ ചെയ്യുക, അല്ലെങ്കിൽ മധുരം നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജീരകവും ഏലക്കായും ചുക്കും അവലും പൊടിച്ചത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളെ നേന്ത്രപ്പഴവും മൈസൂർ പഴവും അരച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈസൂർ പഴം മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കലുണ്ട്. അത് കിട്ടാനില്ല, അതുകൊണ്ടാണ്. മൈസൂർ പഴം കിട്ടാൻ പ്രയാസമാണ്. എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതാ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. കുറേ സമയത്ത് നമ്മൾ ഇതുപോലെ ഇളക്കി യോജിപ്പിക്കാൻ തുടങ്ങിയിട്ട്, അതെ ഈ കട്ടയെല്ലാം ഒന്ന് നല്ല വൃത്തി ഉടഞ്ഞു കിട്ടണമെങ്കിൽ മൈദപ്പൊടിയും അരിപ്പൊടിയെല്ലാം ഇങ്ങനെ മിക്സ് ആയിട്ടില്ലേ കട്ട ഉടഞ്ഞു കിട്ടണമെങ്കിൽ ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ച് കൊടുക്കണം അല്ലേ, ഇളക്കി കൊടുക്കണം. അപ്പൊ കുറച്ച് കയ്യിലോണ്ട് എത്ര ആക്കിയാലും കട്ടയുണ്ട് വാടിയിടല്ലോ. കൈ കൊണ്ട് കട്ടയെല്ലാം ഉടച്ചിട്ട് ഇപ്പോൾ കുറച്ച് സമയമായി അമ്മ ഇതുപോലെ ഇങ്ങനെ ആക്കാൻ തുടങ്ങിയിട്ട് നമുക്കിതാ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ തന്നെ ഇല്ല, ഒരു നുള്ള് നമ്മളെ അപ്പക്കാരം ചേർത്ത് കൊടുക്കാം കേട്ടോ. ആയി കിട്ടണമെങ്കിൽ ഇത് നമ്മിപ്പം കൂട്ടുകൂട്ടി വെച്ചിട്ട് എത്ര മണിക്കൂർ വെക്കണ്ടമ്മ? കുറച്ച് ഇന്നിപ്പം 8 മണിയായി സമയം. 6 മണിക്ക് തുടങ്ങിയാൽ അത് കടച്ചക്കല്ലിൽ നിന്ന് അരക്കുന്നോണ്ടാണ് കേട്ടോ. നിങ്ങൾ മില്ലിന്ന് പൊടിച്ചോണ്ടെന്നാന്ന് ഇത്രയും സമയം എളുപ്പത്തിലാവും. അമ്മ പിന്നെ അരക്കുന്നോണ്ടാണ്, അല്ലെങ്കിൽ മിക്സിന്ന് പൊടിച്ചാലും മതി. ഇന്നിപ്പോ ഇനി ഒരു 11 മണിയാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചൂടാൻ തുടങ്ങും. ഓരോ ഓർഡർ 12 കൊടുക്കാനുണ്ട്. അപ്പം ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അമ്മ ആ ഒരു പരുവം കാണിച്ചു കൊടുക്കറ. ഈ ഒരു പരുവത്തിലാണ് മാവ് വേണ്ടത് കേട്ടാ. പ്രശ്നമില്ല. ഇത് നമ്മിപ്പം വെള്ളപ്പാവ് കൊണ്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടാ. നമ്മൊരു കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ അതിൽ. അത് വെള്ളം ആക്കി ആ പാത്രത്തിൽ തന്നെ ചൂടുവെള്ളം ഒഴിച്ച് കലക്കി ആ വെള്ളപ്പാവെല്ലാം ഇതിലേക്ക് ഒഴിക്കുക. ഇതിന് അരിച്ചിട്ട് പച്ചവെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടാ. ചൂടാക്കിയ തിളപ്പിച്ച വെള്ളം തന്നെ ചേർക്കണേ. അപ്പോൾ ഒരു തേങ്ങ ഇതാ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി നെയ്യിൽ വറുത്തെടുക്കണം. അപ്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ഇതുപോലെ നെയ്യിൽ വറുത്തെടുത്താൽ കാരപ്പത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. തേങ്ങാക്കൊത്തെല്ലാം നെയ്യിൽ വറുത്ത് ആയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിതാ കഴുകി വെച്ച എള്ള് നമുക്കിതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എള്ളും കൂടി ചേർത്തതിന് ശേഷം വേഗം തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതാ ഈ ചൂട് തന്നെ ഇത് അങ്ങ് ആയിക്കോളും. തേങ്ങാക്കൊത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കൂട്ടി വെച്ചിട്ട് ഏകദേശം 3-3.5 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നമ്മൾ കാരപ്പം ചൂടാൻ തുടങ്ങിയിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കാരയിലേക്ക്. കുറച്ച് ഈ ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉരുളിയല്ല, ചീനച്ചട്ടി. ചീനച്ചട്ടി. അപ്പോൾ ഈ നമ്മ ചുട്ട് അതിലേക്ക് ഇട്ടുതരും. അതിനാണ് റെഡിയാക്കി എടുക്കുന്നത്. കുറച്ച് കൂടുതലുണ്ടാകുമ്പോൾ നമ്മ ഇങ്ങനെയാണ് ചുടല്. പെട്ടെന്നാവും. 500 കാരപ്പലുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യല്. കുറച്ച് നെയ്യും കൂടി വിട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കാരയിലേക്ക്, നെയ്യ് വെളിച്ചെണ്ണയിൽ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്, നല്ലൊരു ടേസ്റ്റാണ്.
2 ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ട്. മാവ് ഇതാ കോരിയിട്ട് 2 ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇന്ന് വേണം നമുക്ക് കാരയിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ല ചൂടായിട്ടുണ്ട് കാര, നമുക്ക് ഒഴിച്ചു കൊടുക്കേ. പൊങ്ങി വരുന്നുണ്ടാ. എന്താ അപ്പം ഓരോരോ കാര്യം ഇളകി വരുന്നതിനനുസരിച്ച് അമ്മ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിന് കുറച്ചായത് നമുക്ക് കോരി കൊടുക്കാം. ഈ ഒരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഈന്ന് വേണം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ ഇതാ ഈ ഗ്യാപ്പിൽ നമ്മൾ വേറെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് പെട്ടെന്ന് ചുട്ട് പണി തീർക്കൽ. അപ്പോൾ നമ്മളെ ആദ്യത്തെ സെറ്റ് കാരപ്പുത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ഉണ്ണിയപ്പം അതുതന്നെ അമ്മിത ഇടുന്ന് മറ്റേത് കോരുന്നുണ്ട്, രണ്ടാമത് ഇട്ടത് കോരുന്നുണ്ട്. സൂമാക്കിയോണ്ട് അമ്മ ചക്കപ്പോണാണ് കൂടി. എണ്ണ വെറുതെ വെട്ടിപ്പോണം. അപ്പം അത്ര കുറച്ച് അടുത്തേക്ക് വെച്ചു. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കുറേ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനിയും അമ്മയാണെങ്കിലും ചുട്ടുകൊണ്ടിരിക്കുന്നത്രേ. അപ്പോൾ ഇപ്പം 1 മണിക്ക് ഒരു ഓർഡർ ഉണ്ട്. അപ്പോൾ അതിനുള്ള കാരപ്പം ഞാൻ വേഗം ഒന്ന് കൊണ്ടു കൊടുത്തിട്ട് വരാം. ബാക്കിയുള്ളത് 300 എണ്ണം നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെ തൊട്ടടുത്ത് ഗ്രാമസഭ നടക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടില്ലാന്ന്. അപ്പം ആദ്യം കൊണ്ടു കൊടുക്കണ്ടേ, ഞാൻ വേഗം കൊണ്ടു കൊടുത്തിട്ട് വരാം. അമ്മ വേഗം കൊണ്ടു കൊടുത്തിട്ട് വരാം കേട്ടാ. ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്തിട്ട് കൊണ്ടു കൊടുത്തിട്ട് തരാം. അപ്പോൾ ഇതാ നമ്മളെ കാരപ്പത്തിൻ്റെ കൂട്ട് കലങ്കാലിയായി കേട്ടാ. ഒരു തുള്ളിയെ ബാക്കിയില്ലു. അമ്മ ഇവിടുന്ന് ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആദ്യത്തെ സെറ്റ് 100-200 എണ്ണം കൊണ്ടു കൊടുത്തിട്ട് വന്നു. ഏതാ ബാക്കിയുള്ളത് അമ്മ ചുട്ടുകൊണ്ടിരിക്കുകയെന്ന്. ഇതാ ഈ പാത്രത്തിലുണ്ട്, ഇതാ ഈ പാത്രത്തിലുണ്ട്. ബാക്കി ഇതാ ഇവിടുന്ന് അയക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. ലിജി കൊണ്ടു കൊടുക്കാൻ പോയാലോ ഞാൻ തന്നെ ഒറ്റക്കന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂട് ചെയ്തു. എനക്ക് പകരം 2 പണിയും അമ്മ തന്നെ ഏറ്റെടുത്തു അല്ലേ. അങ്ങനെ അപ്പം വേഗം ആവുന്നുണ്ട്. അതെ, ചൂടിൻ്റെ ഒരു ബന്ധം ആയിട്ട്. അപ്പോൾ ഇതാ കഴിയാനായി കേട്ടാ. ചുട്ട് ഏകദേശം ആയിട്ടുണ്ട്. ഇത് കയ്യപ്പൊക്കെ ആദ്യമായിട്ട് നെയ്യപ്പത്തിന്റെ പണിയല്ലേ. 50 നെയ്യപ്പം വേണം. 7 മണിയാകുമ്പോക്ക്. അതെ, ഇത് കഴിഞ്ഞിട്ട് വേണം അപ്പം അതിൻ്റെ കൂടെ പണി നോക്കാൻ വേണ്ടിയിട്ട്. ഓർഡർ വരുമ്പോ എല്ലാം 1.5 പാടം ഒന്നിച്ച് വരും. അല്ലെങ്കിൽ പിന്നെ ഒന്നും ഉണ്ടാവുകയില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാൻ. നാളേക്കും ഉണ്ട് നെയ്യപ്പം ഉണ്ടാക്കാൻ. അതെ, നാളത്തേക്കും ഉണ്ടല്ലേ. അപ്പോൾ ഇതാ നമ്മളെ കാരപ്പെല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. 200 എണ്ണം ഞാൻ നേരത്തെ കൊണ്ടു കൊടുത്തു. ബാക്കി 300 എണ്ണം കൊടുക്കേണ്ട. ഇതാ ഇവിടെ കാർബോട്ടിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഒട്ടിക്കെല്ലാം വേണം.
പാക്കാക്കണം. പിന്നെ അമ്മ അപ്പോൾ എല്ലാവരും ചോദിച്ചതുപോലെ 500 കാരപ്പത്തിൻ്റെ റെസിപ്പി നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് നല്ല അടിപൊളി കാരപ്പാണ് ഉണ്ടാവല്. നല്ല ടേസ്റ്റുമാണ്. അമ്മേൻ്റെ കാരപ്പത്തിന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരപ്പം കണ്ട അമ്മ ഒന്നെടുത്തിട്ട് കാണിച്ചു കൊടുത്തേ. ഒന്നെടുത്ത് പൊട്ടിച്ചിട്ട് കാണിക്കണം അല്ലേ. ഉള്ളെല്ലാം നല്ല കണ്ട നല്ലോണം വെന്തിട്ടുണ്ട്. നല്ലതാ അടിപൊളി കാരപ്പം. അപ്പോൾ കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിന് 500 കാരപ്പത്തിൻ്റെ റെസിപ്പി കാണിക്കുമെന്ന്. നമുക്ക് അതിന് ശേഷമെല്ലാം ഉണ്ടായത് പിന്നെ 200, 150, 250 അങ്ങനെയെല്ലാമാണ്. ഇന്നാണ് മൊത്തം എല്ലാം കൂടിയിട്ട് ഒരു 500 കാരപ്പത്തിൻ്റെ ഓർഡർ വന്നത്. അപ്പോൾ ഇന്ന് നിങ്ങളെ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടില്ലേ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ എന്തായിട്ടും നല്ല പെർഫെക്റ്റ് കാരപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മ ഉണ്ടാക്കും പോലെ അല്ല, നമ്മളിപ്പം കടച്ചക്കല്ലെന്നല്ല അതിന്റെ ഒരു ടേസ്റ്റ് എന്തായിട്ടും വേറെ തന്നെ ആയിരിക്കും. കടച്ചക്കല്ലെന്നല്ല അരച്ചുണ്ടാക്കുന്നതിന്റെ ആവില്ല, പൊടിച്ചാലും ഇതേപോലെ തന്നെ ആവും. നമുക്ക് പിന്നെ രാവിലെ ഒന്നും മില്ല് തുറന്നിട്ടുണ്ടാവില്ല. പിന്നെ അതുകൊണ്ടെല്ലാം കടച്ചക്കല്ലെന്നല്ല അരക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഇത് കണക്ക് പൊടിച്ചിട്ട് ആക്കുന്നെങ്കിലും മിക്സിയിൽ നിന്ന് അരച്ചിട്ട് ആക്കുന്നെങ്കിലും ഇതേ കണക്കത്തെ കാരപ്പം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബെല്ലാം ഒന്ന് ചെയ്യണേ. തീർച്ചയായിട്ടും ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.